അപ്പോൾ മൈ ലൈഫ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന എൻ്റെ സെഗ്മെൻറ്റിലെ അടുത്ത എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ്, ഞാൻ നേരത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ അപ്പൂസും ഞാനും ക്രിക്കറ്റ് കളി, അന്ന് ചെറിയ പ്രായം, രണ്ടുപേരും ഒരു 14-13 വയസ്സുള്ളൂ. അപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഈ വീട്ടിൽ കയറാൻ മടിയുള്ളൊരു സമയമാണ്. നമുക്ക് കളി കഴിഞ്ഞാലും ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കണം, സംസാരിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കയറി, അപ്പോൾ ഞങ്ങൾക്ക് കയറണം. അപ്പൂസ് സാധാരണ 7:30 ആകുമ്പോൾ അവനൊരു കട്ട് ഓഫ് ടൈം ഉണ്ട് വീട്ടിൽ. എനിക്കങ്ങനെ ഇല്ല, ഞാനൊരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ ഞാനും കയറും. അപ്പോൾ ഇവനന്ന് 6:45 കയറണം. അപ്പോൾ ഞങ്ങളുടെ കളി 6:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് 10 മിനിറ്റ് നടക്കുക. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ ചേച്ചി മാത്രമേ വീട്ടിലുള്ളൂ, അവൻ്റെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയേക്കുക. അപ്പോൾ അവർ 8 മണിയൊക്കെ കഴിഞ്ഞ് വരുള്ളൂ. പക്ഷേ ഈ ചേച്ചി മാത്രം ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഇവനോട് 6:30 കയറണമെന്ന് നിർബന്ധം പറഞ്ഞേക്കുക. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ ചേച്ചിയുടെ കൈയും കാര്യം പിടിച്ച് അത് 7 മണിയാക്കി എടുത്തിട്ടുണ്ട്. സോ അവന് 7 മണിക്ക് കയറിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചേച്ചി തിരിച്ച് അവനെ ഒറ്റ കൊടുക്കും. അങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഭയങ്കര നേരത്തെ തന്നെ ഈ ലൈറ്റൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ കളി നിർത്തി എല്ലാവരും വീട്ടിൽ കയറിപ്പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുക. 6:30 ആയപ്പം ഈ പക്ഷികളൊക്കെ ചിലക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാം. അപ്പോൾ 6:30 ആയപ്പം ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ ചേട്ടനുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഈ ചേട്ടൻ കയ്യിലൊരു തോക്കുമായിട്ട് വരിക, മറ്റേ മുത്തിട്ട് വഴിവെക്കുന്ന എയർ ഗണ്ണുണ്ട്, അതിട്ടാണ് വരുന്നത്. വലിയൊരു എയർ ഗണ്ണാണ്. പുള്ളി ഇതുമായിട്ട് വന്നേക്കുവാണ്. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാവും. പക്ഷേ ഇത് എടാ അപ്പൂസ് ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവരെല്ലാവരും വിചാരിക്കും നുണക്കഥയാണെന്ന്. ഓക്കെ, അപ്പോൾ അവൻ കമൻ്റ് ഇടും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 6:30 ആയപ്പം ഇവൻ കയറാനുള്ളൊരു രീതിയിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കളിയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആൾ ഒരു തോക്കുമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ അവിടെ വലിയ പഞ്ഞിമരമുണ്ട്. ഈ കളി കഴിഞ്ഞ് ഞങ്ങൾ നടക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ സൈഡിൽ കുറേ പഞ്ഞിമരങ്ങളുണ്ട്. അതിലൊരു പഞ്ഞിമരത്തിൻ്റെ മുകളിൽ വവ്വാലുണ്ട്. അത് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ഈ പുള്ളി വന്നിട്ട് പറഞ്ഞു, എടാ അതിന് മേളിൽ വവ്വാലുണ്ട്, എനിക്ക് അടിച്ചിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ ചേട്ടാ. അപ്പോൾ ഞങ്ങൾക്കും കൗതുകമായി. പക്ഷേ അപ്പൂസിന് 6:30 കഴിഞ്ഞിട്ടുള്ള കൗതുകങ്ങൾ അവന് പേടിയാണ്. കാര്യം അവന് വീട്ടിൽ കയറണം. അപ്പോൾ ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട്, എടാ ഇത് ഞാൻ കയറിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ 10 മിനിറ്റ്, പുള്ളി ഇപ്പം ഇത് ഒരെണ്ണടിച്ചിട്ട് നമുക്ക് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവനെ പിടിച്ചു നിർത്തി. അപ്പോൾ ഇവനും ആദ്യം മനസ്സോടെ നിന്നു. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, നിങ്ങൾ നോക്കി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒറ്റ പിടിക്ക് കണ്ണൊക്കെ അടിച്ചിടണം വെച്ച്. അതായത് ഞാനിത് സ്ഥിരം ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ കണ്ണടച്ച് പിടിച്ചിട്ട് ഒരെണ്ണം വെച്ചു. അത് ആ പഞ്ഞിമരത്തിൽ പോലും കൊണ്ടില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളി കുറേ വെടിവെച്ചു. കുറേ ഡയലോഗ് അടിക്കും വെടിവെക്കും, ഒന്നും നടക്കുന്നില്ല. വവ്വാലിക്കൾ കൊടൂര പുച്ഛം, മേളിയിരുന്ന ഒരു പുച്ഛിക്കുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് പിന്നെ ഒരു 20 മിനിറ്റായി കുറേ പെല്ലറ്റ് തീർന്നു. ബുള്ളറ്റാണ് ഈ പെല്ലറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഈഗോ ഹേർട്ടാകാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ഇവന് പോകണമെന്നാണ് ഇവനിങ്ങനെ സംസാരിക്കണത്. ഞങ്ങൾ ബാക്കിലാണ് നിൽക്കണേ ആളുടെ. അപ്പം ഇവൻ വന്നിട്ട് ഈ കുണുകുണ സംസാരിക്കുമ്പോൾ ഇയാൾ വിചാരിക്കണത് ഇയാളെ ഞങ്ങളെടുത്തിട്ട് കളിയാക്കുവാണ്, അല്ലെങ്കിൽ ഇയാളെ മാറിയെന്ന് കുറ്റം പറയാന്ന് വെച്ചിട്ട് ഇയാൾക്ക് ഈഗോ വരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങളിങ്ങനെ പോട്ടെ, നിൽക്ക് ഇതൊരെണ്ണം അടിച്ചിട്ടിട്ട് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കാര്യം ഞങ്ങളിനി പുള്ളിയെ നാണം കെടുത്തോ കളിയാക്കോ എന്നൊക്കെയുള്ള പേടിയാണ് പുള്ളിക്ക്. പുള്ളിയുടെ ഈഗോ, പുള്ളി അങ്ങനെ ഭയങ്കര മതിച്ചിടക്കുന്നൊരു മനുഷ്യനാണ് കോട്ടേഴ്സ് മൊത്തം. പുള്ളിയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി. കാര്യം ഞങ്ങൾ അത്യാവശ്യം എല്ലാവരുടെയും മുമ്പിലിട്ട് പുള്ളി കളിയാക്കും, പുള്ളി കേൾക്കാതെ. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പുള്ളിക്ക് അത് അറിയുകയും ചെയ്യാം. അപ്പോൾ ആൾ കട്ട് ആൻഡ് റൈറ്റായിട്ട് പറഞ്ഞു, ഇത് പഠിച്ചിടും എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോൾ കാര്യം 7 മണി കഴിഞ്ഞ അപ്പൂസിന് പേടിയായി, എനിക്കും ചെറിയ പേടിയായി. കാര്യം ഞാനാണല്ലോ പിടിച്ചു നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയ്യോ ചേട്ടന് വവ്വാലിനടിച്ചിടാൻ പറ്റണമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോകാത്ത നിരീശ്വരവാദിയായ ഇവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, കൈ ഊപ്പി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവസാനം ഒരെണ്ണം ഒരു വവ്വാലിൻ്റെ ദേഹത്ത് കൊണ്ടു ഒരു കരച്ചിൽ വിട്ടു. പക്ഷെ വവ്വാലാണെങ്കിൽ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് വവ്വാലിന്. ചത്താൽ പോലും എൻ്റെ ശരീരം ഇവനും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വവ്വാല് മരിക്കണതിന് മുമ്പ് ഒരു പിടുത്തം പിടിച്ചു മരത്തിൽ. അതായത് പിടിച്ച് കിടന്നിട്ട് വവ്വാല് ചത്തു. വവ്വാല് തിരിച്ചു വരണ്ടേ, പിടിച്ച് കിടക്കുമല്ലേ. അവസാനം ചത്തു എന്ന് മനസ്സിലായി. കാര്യം അതിങ്ങനെയാണ് നാടുണ്ട്. അപ്പോൾ തന്നെ പുള്ളി ഇങ്ങനെയൊക്കെ അത് വീണിട്ട് നമുക്ക് പോകാമെന്ന്. അപ്പോൾ അത് ഇനി വീഴ്ത്തണം. ആര് വീഴ്ത്തും, ഇത്ര ഉയരത്തുനിന്ന് എങ്ങനെ വീഴ്ത്താനാണ്? വീണ്ടും വെടിവെച്ചിട്ടും കാര്യമില്ല, പിന്നെ കൊള്ളൂല. കൊണ്ടാൽ തന്നെ പുള്ളിയുടെ ദേഹത്ത് ഉള്ളേ ഉള്ളൂ. ഇത് അല്ലാതൊരു ഫോഴ്സ് ചെല്ലണം. അത് കഴിഞ്ഞപ്പം നിങ്ങൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്നതല്ലേ, പുള്ളി പറഞ്ഞു നീയൊക്കെ എറിഞ്ഞിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കല്ലെടുത്ത് എറിയാൻ തുടങ്ങിയിട്ട് കല്ലുകൾ എത്താനുള്ള ആരോഗ്യം അത്രയും ഉയരത്തിലാണ്. കല്ലുകൊണ്ട് ഒരിക്കലും എറിഞ്ഞെത്തിക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പൂസൊക്കെ മുഖമൊക്കെ മാറി, അവന് അടി കിട്ടുന്ന ഉറപ്പായി വീട്ടിൽ നിന്ന്. എന്നിട്ട് കല്ല് പെറുക്കി എറിയാൻ തുടങ്ങി.
അവസാനം ഇപ്പോഴും അപ്പൂസ് സമ്മതിക്കില്ല, എൻ്റെ കല്ലുകൊണ്ടാണ്, ഞാനെറിഞ്ഞ കല്ലുകൊണ്ടാണ് ആ സാധനം വീണത്. അത് വീണ് കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ ചേർത്ത് പിടിച്ച്, ഈ 6-ാം തമ്പുരാൻ സിനിമയിൽ ഈ മഞ്ജു വാര്യർ തൊഴുത് നിൽക്കൂലേ, അത് അമ്മ സത്യം. അവൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുത് നിന്നിട്ട് പറഞ്ഞു, നിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഞാൻ പലതും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്, പക്ഷെ നിൻ്റെ ഈ ഉന്നം അത് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിച്ച് വീട്ടിൽ കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി ഹാപ്പി, അവനും ഹാപ്പി. അപ്പൂസിന് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നെങ്കിലും അവൻ തുടങ്ങിയ ഈ കഥ അവൻ എറിഞ്ഞിട്ടിട്ട് അവൻ വീട്ടിൽ കയറിയതായിട്ട് പറയുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഇതാണ് സത്യം. അപ്പോൾ ശരി, എന്നാൽ വേറൊരു കഥയായിട്ട് വരാം.